വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുള്ള വാരാന്ത പതിപ്പ് ചർച്ചയായിരുന്നില്ലേ ഇന്നലെയൊക്കെ? അതോടുവിൽ CPM മുഖപത്രമായ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചു. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിലാണ് വി.എസിനെ കുറിച്ചുള്ള ലേഖനം. വിവാദമായ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ലേഖനം ഒഴിവാക്കി. വിവരങ്ങളുമായി ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട്. ഇന്ദുലേഖ, ഗുഡ് മോർണിംഗ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അത് തിരിച്ച് വിശദീകരണങ്ങളും വന്നു. അത് പുറത്തിറക്കാത്തതല്ല, സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഇതാ പുറത്ത് വന്നിരിക്കുന്നു, പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അത് ഓർമ്മക്കുറിപ്പ്. എന്താണ് വിശദ വിവരങ്ങൾ? മോത്തി, ഇന്നലെ ഒരു ദിവസം മുഴുവൻ നമ്മൾ ചർച്ച ചെയ്ത ആ പുറത്തിറങ്ങാതെ പോയ വാരാന്ത പതിപ്പാണ് ഇതാ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പേജാണിത്. പറഞ്ഞതുപോലെ തന്നെ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ സഖാവ് വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് KV സുധാകരൻ എഴുതിയിട്ടുള്ളത്. ഈ വാരാന്ത പതിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിലും അദ്ദേഹത്തെക്കുറിച്ച് തന്നെയുള്ള ലേഖനമാണുള്ളത്. കൺമുന്നിൽ കനൽത്തുമ്പിൽ എന്ന് പറഞ്ഞ് CK ദിനേശൻ, അതുപോലെ തന്നെ ഫെബിൻ ജോഷി തുടങ്ങിയവരുടെയൊക്കെ ലേഖനം അടങ്ങിയ വാരാന്ത പതിപ്പാണിത്. നാലാമത്തെ പേജിലാണ് ഈ ലേഖനങ്ങളുള്ളത്. പക്ഷേ ഇന്നലെ ചർച്ചയായത് ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം അച്ചടിച്ച് വന്ന വാരാന്ത പതിപ്പ് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ മറ്റു മാധ്യമങ്ങളിലൊക്കെ ആദ്യം ഇത് വി.എസിൻ്റെ പേരിലുള്ള ലേഖനമുള്ള വാരാന്ത പതിപ്പ് പുറത്തു വന്നില്ല എന്നുള്ള ഒരു രീതിയിൽ വാർത്ത വന്നു ചർച്ചയായപ്പോൾ നമ്മൾ മാതൃഭൂമിയാണ് ആദ്യം ഇത് അന്വേഷിച്ചത്. ഇത്രയും കാര്യമായിട്ടുള്ള ഒരു കാര്യമുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് പ്രസിദ്ധീകരിച്ചില്ല എന്ന്. പിന്നെ നമ്മൾ നടത്തിയ വിശദമായ അന്വേഷണത്തിൽ എഡിറ്റോറിയൽ ബോർഡിന്റെ ഭാഗമായുള്ളവരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു വിവരം ലഭിച്ചിരുന്നത്. അതായത് കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തുപ്പാറ PO എന്ന പേരിൽ ഒരു ലേഖനം, ഒരു നാടക കലാകാരനെ കുറിച്ച്, പുല്ലമ്പാറയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ്, അവിടെയുള്ള ഒരു നാടക കലാകാരനെ കുറിച്ച് ഇതിന്റെ ഉൾപേജുകളിൽ വന്നിരുന്ന അല്ലെങ്കിൽ ഉൾപേജുകളിൽ അച്ചടിച്ച് വരാനിരുന്ന ഒരു ലേഖനം മൂലമാണ് ഈ പത്രം, ഈ വാരാന്ത പതിപ്പ് പുറത്തിറക്കാതിരുന്നതെന്ന്. അതിനുശേഷം നമ്മൾ കള്ളൻ വിജയനെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു മാതൃഭൂമി ഇന്നലെ. അതിനുശേഷം ഇതിനൊക്കെ ഒരു വിശദീകരണവുമായിട്ട് ഈ ഒരു പത്രത്തിന്റെ ചുമതലയുള്ള നേതാവ് M. സ്വരാജ് തന്നെ വന്നിരുന്നു. അദ്ദേഹം ശരിക്കും വിശദീകരണം നൽകുകയായിരുന്നില്ല, തപ്പിപ്പെറുക്കി എങ്ങനെയൊക്കെയോ ഇതിനൊരു വിശദീകരണം നൽകാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ഒരു ലേഖനത്തെക്കുറിച്ച്, കള്ളൻ വിജയൻ എന്ന ലേഖനത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ സ്വരാജ് പറഞ്ഞിരുന്നു, അങ്ങനെയൊരു ലേഖനത്തെക്കുറിച്ച് എനിക്ക് വിവരമില്ല, അങ്ങനെ അത് എഴുതിയ ആളെക്കുറിച്ചും വിവരമില്ല, അങ്ങനെയൊന്ന് ഇന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന വാരാന്ത പതിപ്പിലോ ഇന്നലെ പുറത്തിറങ്ങേണ്ടിയിരുന്ന വാരാന്ത പതിപ്പിലോ ഉണ്ടായിരുന്നില്ലെന്നാണ്. ആ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ആ വാരാന്ത പതിപ്പിന്റെ ഉൾപേജ്. അകത്ത് സിനിമകളെക്കുറിച്ചും ബുക്കുകളെക്കുറിച്ചും അതുപോലെ തന്നെ യാത്രയെക്കുറിച്ചും ഒക്കെയുള്ള ലേഖനങ്ങളാണുള്ളത്. ഇതിൽ പുറത്തേക്ക് ഇറക്കാൻ തീരുമാനിച്ചിരുന്ന കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തുപ്പാറ PO എന്നുള്ള ലേഖനം വന്നിട്ടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് അതങ്ങ് തിരുത്തി കുറിച്ചു എന്ന് തന്നെ പറയാം. കാരണം കൃത്യമായ രീതിയിൽ എഴുത്തുകാരനടക്കം വിവരം ലഭിച്ചിരുന്നു ഇന്നലത്തെ വാരാന്ത പതിപ്പിൽ അത് വരുമെന്ന്. അദ്ദേഹം ഇന്നലെ ഒരു Facebook പോസ്റ്റും ഇട്ടിരുന്നു, എന്റെ തെറ്റാണ്, ആ തലക്കെട്ട് എന്റെ പിഴവ് കൊണ്ട് പറ്റിയതാണ്. അത് ഇറക്കി എന്ന കാര്യത്തിൽ ഒരു ആശ്വാസം